ഹായ് ഫ്രണ്ട്സ്, ഞാൻ നുബക് സോളോ. ഇന്ത്യ സിംബാബ്വെ മാച്ചിൽ ഇന്ത്യ 72 റൺസിന് ജയിച്ചുകൊണ്ട് വേൾഡ് കപ്പ് സാധ്യത, സെമി സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ഈ സെമി സാധ്യത നിലനിർത്തിയിരിക്കുമ്പോൾ ഇന്ത്യക്ക് അടുത്ത് കടന്നു പോകാവുന്ന സ്റ്റേജ് എന്താണ്? ഒന്ന്. ഇനി രണ്ട്, ഇന്ത്യ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നിട്ട് എങ്ങനെ തിരിച്ചു വന്നു എന്ന് നിങ്ങൾ നോക്കണം. രണ്ട്. മൂന്നാമത്, ഇന്ത്യ സെമി ഫൈനൽ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? മൂന്ന്. ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയായിട്ട് 8 പേരടങ്ങുന്ന ഫൈനൽ ഗ്രൂപ്പിൽ വന്നിട്ട് സൗത്ത് ആഫ്രിക്കയായിട്ട് കളി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇന്ത്യ പകച്ചു പോകുന്നു നമ്മളെല്ലാവരും കണ്ട്. അത് പകച്ചു പോകുന്നു എന്നുള്ളത് കുഴപ്പമില്ല, പകച്ചു പോകണ ഒരു വിഷയമല്ല. കളിയാകുമ്പോഴത്തേക്കും ഒരുപാട് വിഷയങ്ങൾ വരും. സ്പോർട്സ് ആയാലും എന്തായാലും ജീവിതമായാലും ഇനി എന്ത് തന്നെ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അത് പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങൾ ക്രിട്ടിക്കലാവുമ്പോൾ പ്രഷർ കൊണ്ട് നമ്മൾ നമ്മുടെ അടിസ്ഥാന തത്വം, അതായത് ഇപ്പൊ ക്രിക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഗെയിമെ മറന്നു പോവുക എന്ന് പറയും, ആ ഒരു അവസ്ഥയിലോട്ട് എത്തുക എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കയോട്ടുള്ള കളിയിൽ എത്തിയെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാകണമെന്നില്ല, പ്രേക്ഷകർക്കും അത് അക്സെപ്റ്റ് ആവണമെന്നില്ല. കാരണം എല്ലാവരും ഹീറോമാരാണ്, എല്ലാവർക്കും കോടിക്കണക്കിന് ആരാധകരുണ്ട്, അതൊക്കെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായം മാത്രമുണ്ട്, ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ടാവും. പക്ഷെ ഞാൻ പറയണത്, അതായത് അത്തരം ഒരു സ്റ്റേജിൽ വന്നപ്പോൾ പതറിപ്പോയ ഒരു ഇന്ത്യയെ നമ്മൾ സൗത്ത് ആഫ്രിക്കയായിട്ട് കണ്ടു. അതായത് സൗത്ത് ആഫ്രിക്കയുടെ ഗെയിം പ്ലാനിങ് എന്നുള്ളതിൽക്കാളുപരി ഇന്ത്യൻ ടീമിന്റെ ബാറ്റ്സ്മാൻമാരുടെ എല്ലാ വീക്ക് പോയിന്റും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യലൈസിങ് ബൗളിങ്ങിൽ കൂടെ ഇന്ത്യയെ നേരെ താഴേക്കിടയിൽ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഈ അടുത്ത കാലം വരെ നടന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ബൗളിങ്ങിൽ എങ്ങനെ എടുത്താലും മിഡിൽ ഒന്ന് വിരാട് കോഹ്ലി ക്ലിക്കാവും, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ നമ്മുടെ രോഹിത് ശർമ്മ ക്ലിക്കാവും, അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ പേരായിട്ട് വരുന്ന ആൾ ക്ലിക്കാവും. പുതിയ പിള്ളേർ അതുകൊണ്ടാണ് പേര് പറയാത്തത്. കാരണം ഒരുപാട് പേര് രോഹിത്തിനൊപ്പം ബാറ്റ് ചെയ്തുകൊണ്ട് ക്ലിക്കാവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ആഫ്റ്റർ 5th വിക്കറ്റിന് ശേഷം വിരാട് കോഹ്ലി ഔട്ടായാൽ പോലും 5th വിക്കറ്റിന് ശേഷം വേറൊരു ബോംബിങ് നടക്കും. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൗത്ത് ആഫ്രിക്കയിലൂടെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം, ഞാൻ ഇന്ത്യക്കാരനാണല്ലോ, അപ്പോൾ ആ ഇന്ത്യൻ ടീം ദയനീയമായിട്ട് പരാജയപ്പെടുകയും, അത് എങ്ങനെ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ തോൽവി ഒരു വിഷയമേ അല്ല. കളി കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കളി ജയിച്ചു പറഞ്ഞ ഇന്ത്യൻ ടീം ഒരു കളി തോൽക്കുന്നത് ഒരു വിഷയമൊന്നുമല്ല. പിന്നെ തോൽക്കുന്നത് വിഷയമല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷയമാണ്, പക്ഷെ എനിക്ക് വിഷയമല്ല. ഇന്ത്യൻ ടീം ഒരു കളി തോൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ വീറും വാശിയും കുറഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ തന്നെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് റെഗുലറായിട്ട് വിജയങ്ങൾ, അതായത് നിങ്ങളൊരു 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ 9ലും വിജയങ്ങൾ, അല്ലെങ്കിൽ 10ൽ 10 വിജയങ്ങൾ. അപ്പോൾ 11ാമത്തെ കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് വന്നാൽ, അവിടെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം ഡസ്പായി താഴെ വരും. അത് ഓവർ കോൺഫിഡൻസ്. അത് ഇന്ത്യൻ ടീമിൽ ഈ അടുത്ത കാലത്തായിട്ട് കാണുമ്പോൾ എനിക്കൊരു ഫീലിങ്സ്, പ്രത്യേകിച്ച് 2020 ഫോർമാറ്റിൽ ഈ അടുത്ത കാലത്തെ വിരമിക്കലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും പുതിയ കുട്ടികൾക്കൊന്നും അപ്ഡേഷൻ കിട്ടാതിരിക്കുന്നത് വെച്ച് നോക്കുമ്പോഴും എനിക്കങ്ങനെ തോന്നി. കാരണം ഈ ഒരു 2-3 വർഷത്തിന് മുമ്പ് ഇടയ്ക്ക് ഒരു രീതിയിൽ നോക്കിയാലും പുതിയ കുട്ടികൾക്ക് ഒരു അപ്ഡേഷൻ കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളുടെ ഏറ്റവും ടോപ്പ് അപ്ഡേഷൻ വന്നത് കപിൽ ദേവിന്റെ കാലഘട്ടത്തിലാണ്. കപിൽ ദേവ് ഒരുപാട് പുതിയ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് ഇന്ത്യൻ ടീമിനെ വിപുലീകരിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അസറുദ്ദീന്റെ കാലഘട്ടത്തിലും ഇതുപോലെയായിരുന്നു. അതായത് പുതിയ പരീക്ഷണങ്ങൾ, പുതിയ കുട്ടികൾക്ക് ചാൻസ് പലപ്പോഴും കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. അവിടെ നിന്ന് വളർന്നു വന്ന ക്രിക്കറ്റ്, അതായത് 83 വിൽസ് വേൾഡ് കപ്പ് മുതൽ വളർന്നു വന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന്
ഇന്ന് ഈ സ്റ്റേജിലോട്ട് കടന്നു പോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് വന്നു, ഇപ്പോൾ നമ്മൾ 2020 വേൾഡ് കപ്പ് നേടി, 50-50 വേൾഡ് കപ്പ് നേടി, ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ പോകുന്ന സാഹചര്യത്തിൽ എന്താണ് നമുക്ക് 2020 വേൾഡ് കപ്പിലോട്ട് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും പുതിയ തലമുറയുടെ ഓവർ കോൺഫിഡൻസ്, അതായത് എല്ലാം നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരുന്നത് സ്വാഭാവികമാണ്. അതായത് 10 കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. കളി മാത്രമല്ല, എന്തുകൊണ്ട് 10 നിങ്ങൾ ജയിക്കുന്നുവെങ്കിൽ 11 നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആവും. പക്ഷെ ആ 11ാമത്തെ ദിവസം അല്ലെങ്കിൽ ആ 11ാമത്തെ വർക്കിംഗ് പ്ലാനിങ്ങിൽ നിങ്ങളെ വീഴ്ത്താൻ നിങ്ങളെക്കാളും ബ്രില്യൻ്റ് ആയ ആൾ വന്നിരിക്കും. അതാണ് സൗത്ത് ആഫ്രിക്കയായിട്ട് നമ്മൾ കാണുന്നത്. കാരണം അത് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്രയും പോലെ സ്റ്റഡി ചെയ്ത് വച്ചിട്ടുള്ള മറ്റു പലരുമായിരിക്കും. അത് ആരെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സൗത്ത് ആഫ്രിക്കയായിട്ട് കണ്ടത്. അതായത് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് വരാൻ പാടില്ല. ഓരോ ഗെയിമുകളും പുതിയതായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാണാൻ ശ്രമിക്കാവും, പറ്റുള്ളൂ എന്നല്ല, ശ്രമിക്കാവും. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് അപ്ഡേഷൻ കൂടുതൽ വരുന്നതും പിന്നീട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതും. അപ്പം നമുക്ക് ചുറ്റുമുള്ളതും എല്ലാം നല്ല ഫ്രഷായിട്ട് തോന്നും. കാരണം എപ്പോഴും ഫ്രഷാണ്. കാരണം നാളെ എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴും ഫ്രഷാണ്. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഓവർ കോൺഫിഡൻസോടുകൂടി ഇന്ത്യൻ ടീം കളിക്കുകയും ഇന്ത്യൻ ടീം, ഞാനുള്ളത് പറയാമല്ലോ, നിങ്ങൾക്ക് ഇതാ ചിലപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും. ഇത് എൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ കാണുന്ന എല്ലാം ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റിജക്റ്റും ചെയ്യാം. അങ്ങനെയുള്ള ഇന്ത്യൻ ടീം ഒരു സ്കൂൾ കുട്ടികളുടെ, അതായത് അണ്ടർ-16 അണ്ടർ-19 ഗെയിമിൻ്റെ നിലവാരത്തിലോട്ട് താഴുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് സിംബാബ്വേയുമായിട്ടുള്ള കളി. സോറി, സിംബാബ്വേയുമായിട്ടല്ല, തെറ്റിപ്പോയി, സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള കളി. ഇനി സിംബാബ്വേയുടെ കളിയിലോട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. അതിനും ഇത് തന്നെ എനിക്ക് ചിലത് പറയാനുണ്ട്. എന്നെ ഓവർ കോൺഫിഡൻസ് കാരണം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള കളി, ഈ പ്രഷർ വന്നപ്പോൾ, അതായത് പ്രഷർ വരുമ്പോൾ പിന്നെ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ, പ്രഷർ വരുമ്പോൾ ഒരു തോൽവിയെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ തോൽവി ഫേസ് ചെയ്യുമ്പോഴും താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒരു സ്കൂൾ കുട്ടികളുടെ നിലവാരത്തിലോട്ട് വരും. അപ്പോൾ അണ്ടർ-16 അണ്ടർ-19 കുട്ടികൾ കളിക്കുന്ന ഒരു നിലവാരമാണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ തോന്നിയത്. പ്രേക്ഷകർക്ക് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. അപ്പോൾ അങ്ങനെ നടന്ന സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരം ഇന്ത്യൻ ടീം ഒരു അഡാർ പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. ആ പരാജയത്തിൽ നിന്ന് ഇന്ത്യ സിംബാബ്വേയുമായിട്ട് എങ്ങനെ ജയിച്ചു കയറി? സിംബാബ്വെ ഒരു വലിയ ടീമൊന്നുമല്ല, പക്ഷെ അവർ ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ബൈ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഒട്ടും ഏറ്റവും താഴെ നിന്ന് കൊണ്ടിട്ട് ബെസ്റ്റ് ബൈ ബെസ്റ്റ് ടോപ്പിലോട്ട് വന്ന ടീമാണ്. കാരണം അവരിപ്പോ ലാസ്റ്റ് 8 വന്നു എന്ന് പറയുന്നത് തന്നെ ആ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും ഗ്രോത്ത് ആണ്. അവർക്ക് ആ നാട്ടിൽ തല ഉയർത്തി നടക്കാം. പക്ഷെ ഈ ടൂർണമെന്റിൽ ഏറ്റവും പ്രഷറുള്ള ടീം ഇന്ത്യയാണ്. അത് ഓസ്ട്രേലിയ അല്ല, ഇംഗ്ലണ്ട് അല്ല, സൗത്ത് ആഫ്രിക്കയല്ല. കാരണം അവർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ പ്രഷറിന്റെ പുറത്ത് നഷ്ടപ്പെടാനില്ല. ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യൻ ടീം എന്തുകൊണ്ട് ഓവർ കോൺഫിഡൻസിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളികളുടെ നിരന്തരമായ വിജയം ഒന്നും ഒരാൾക്കും പിൽക്കാലത്തൊന്നും നേടിക്കൊടുക്കൂല, പരാജയമേ കൊണ്ടുവരുള്ളൂ. ആ പരാജയമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഗെയിമിൽ കണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചൊരു വലിയ വിശകലനമൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യ സിംബാബ്വേയെടുത്ത് ജയിച്ച 72 റൺസിന്റെ മാർജിൻ, അതെങ്ങനെ ജയിച്ചു? അതെങ്ങനെ ഇന്ത്യക്ക് എത്താൻ പറ്റി? അതിനെ ടീം മാനേജ്മെന്റ് അഴിച്ചു പണിത ഒരൊറ്റ കാരണമാണ്. കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന 2 പ്ലെയേഴ്സാണുള്ളത്. സൂര്യകുമാർ ഇല്ലെന്ന് പറയണില്ല, പക്ഷെ അതിനേക്കാളും മുകളിൽ സഞ്ജു സാംസൺ നിൽപ്പുണ്ട് ഈ 2020 ഫോർമാറ്റില്. ഈ 2 പ്ലെയേഴ്സില് സൂര്യകുമാർ എപ്പോഴും പെർമനന്റ് പ്ലെയർ ആണ്. സഞ്ജു സാംസനെ സംബന്ധിച്ച് 10 കളി കൊടുത്തു കഴിഞ്ഞാൽ 7 കളിയിലും പുള്ളി ഔട്ട് ഓഫ് ഫോമായി വരുന്നുണ്ട്.
ഔട്ട് ഓഫ് ഫോം ആയി പോകുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല. കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ പ്രഷർ ഉണ്ടാവും, ഇല്ല അത് വേറെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഔട്ട് ഓഫ് ഫോം എന്ന് പറയുന്നത് ടീമിന്റെ പുറത്തോട്ടുള്ള വഴിയാണ്. പക്ഷെ അങ്ങനെയുള്ള സഞ്ജു സാംസണ് ആ ഔട്ട് ഓഫ് ഫോമിലും ഗാംഗുലി അടക്കമുള്ള പലരുടെയും പ്രഷറിന്റെ പുറത്ത് ഇന്ത്യൻ ടീമിൽ റെഗുലറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഇത് തന്നെ പറയുള്ളൂ, ഗാംഗുലി അടക്കമുള്ള പലരുടെയും പ്രഷറിന്റെ പുറത്ത്, അല്ലെങ്കിൽ പുറത്തു പോവേണ്ടത് തന്നെയാണ്. കാരണം ഗാംഗുലിയൊക്കെ പറയുന്നത് റെഗുലറായിട്ട് കളിപ്പിക്കൂ, പുറത്തു പോകുമെന്നുള്ളൊരു തോന്നലില്ലാതെ വരൂ. ആ തോന്നലില്ലാതെ വരുമ്പോൾ പ്ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോമിൽ വരും. അപ്പോൾ അങ്ങനെ ഫോമിൽ വന്ന രണ്ട് പ്ലെയേഴ്സാണ് ഇപ്പോൾ ഈ സിംബാബ്വെക്കെതിരെയുള്ള കളിയിൽ അഭിഷേക് ശർമ്മയും പിന്നെ സഞ്ജു സാംസണും. പക്ഷേ ഞാൻ പ്രേക്ഷകർക്ക് ചോദിക്കുന്നത്, സഞ്ജു സാംസൺ ഔട്ട് ഓഫ് ഫോമാണ്, എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെയല്ല. പക്ഷെ ഒരു ബെസ്റ്റ് തുടക്കം കൊടുക്കേണ്ടതുണ്ട്. സഞ്ജു സാംസൺ ഇതിനു മുമ്പേ ഉള്ള ലീഗ് കളിയിൽ നല്ലൊരു തുടക്കം കൊടുത്തു. ആ കളി ഇന്ത്യ സൂപ്പറായിട്ട് ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയെ മാറ്റി നിർത്തി മറ്റ് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി. അതൊന്നും കുറ്റമൊന്നുമില്ല, അതൊക്കെ മാനേജ്മെന്റിന്റെ തീരുമാനം. അതിനുശേഷം കടുത്ത പ്രതിസന്ധിയിൽ സഞ്ജു സാംസൺ എന്നുള്ള പ്ലെയർ ഇന്നലെ 15 ബോളിൽ 24 റൺ അടിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് പെർഫോമൻസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയപ്പോൾ അഭിഷേക് ശർമ്മ നെറ്റ്സിൽ റെഗുലറായിട്ട് സ്ലോ ബോൾ പ്രാക്ടീസ് ചെയ്തതിന്റെ എഫോർട്ട്, കാരണം സ്ലോ ബോളിൽ കൂടെയാണ് സൗത്ത് ആഫ്രിക്ക നമ്മളെ മടക്കിയത്. അതിന്റെ പിന്നിലുള്ള രഹസ്യമൊന്നും ഞാൻ പറയണില്ല. എത്ര കോച്ചുമാരും പലരുടെയും ഉപദേശം കൃത്യമായിട്ട് പ്ലാനിങ് ആയിരുന്നു ഇപ്പോഴുള്ള ഇന്ത്യയുടെ ടീമിന്. പക്ഷെ ഇത് വിരാട് കോഹ്ലിയുടെ അടുത്തോ രോഹിത് ശർമ്മയുടെ അടുത്തോ നടക്കൂല സ്ലോ ബോൾ പരിപാടികളൊന്നും. പിന്നെ മറ്റിന്ത്യയിലെ പല പ്ലേയേഴ്സിൻ്റെ അടുത്ത് നടക്കൂല. കാരണം മുൻപ് നടക്കൂലെന്ന്, പക്ഷെ ഇപ്പോൾ നടക്കും. 100% ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ സ്ലോ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ റെഗുലർ സ്ലോ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 2 6 അടിക്ക് അടുത്തതിൽ പോകും. കാരണം അതുകൊണ്ട് തന്നെ അതൊരു ഞെട്ടിപ്പ് സംഭവമില്ല. അങ്ങനെ നടന്ന ഈ വിഷയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് സഞ്ജു സാംസൺ കൊടുത്ത ഒരു ബാറ്റർ ഓപ്പണിങ്ങിൽ കൂടി സിംബാബ്വെക്കെതിരെ ഇന്ത്യ ഇന്ന് കളം നിറഞ്ഞ് ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സഞ്ജു സാംസന്റെ കാര്യം കാണിക്കുന്നേ ഇല്ല. അത് കുഴപ്പമൊന്നുമില്ല. കാരണം 15 ബോളിൽ 22 അടിച്ചതിനേക്കാൾ 250 മുകളിൽ സ്കോർ അടിച്ച ഇന്ത്യ വളരെ 72 റൺസിന് സിംബാബ്വെ തോൽപ്പിച്ചുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് ഓൾറെഡി കഴിഞ്ഞ കളി തോറ്റത് കൊണ്ട് അവരെ പ്ലസ് 5.35 നിന്ന് 1.72 ആയിട്ട് സ്കോറിംഗ് കുറഞ്ഞതുകൊണ്ടും ഇന്ത്യക്ക് ഇനി അടുത്ത കളി വെസ്റ്റ് ഇൻഡീസിനെ ഈസിയായിട്ട് തോൽപ്പിച്ചാൽ മുന്നോട്ട് പോവാ, വെറുതെ തോൽപ്പിച്ചാൽ മതി. തോൽപ്പിച്ചാൽ ഇന്ത്യ സെമി ബർത്ത് കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും സഞ്ജു സാംസൺ കൊടുത്ത തുടക്കത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതിനൊപ്പം അഭിഷേക് റിട്ടേൺ വന്ന ഫോം. പക്ഷെ ഇതിനിടയിൽ ക്യാച്ചൊക്കെ വളരെ, അഭിഷേകിന്റെ ക്യാച്ച്, സൂര്യകുമാറിന്റെ ക്യാച്ച്, നമ്മുടെ മറ്റ് പ്ലേയേഴ്സിന്റെ പലരുടെയും ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കളിയാണ്. പക്ഷെ സഞ്ജു സാംസണ് ഡ്രോപ്പിംഗ് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ ആ തുടക്കം ഗംഭീരമായിരുന്നു. ആ തുടക്കമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കളിയിൽ ഇനി എങ്ങനെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാം, സെമി ഫൈനൽ താണ്ടി മുന്നോട്ട് പോകാനുള്ള സാധ്യത എങ്ങനെയായിരിക്കണമെന്ന് വെച്ചാൽ ഇതേ തുടക്കം കിട്ടണം. നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇതേപോലെ തുടക്കം കിട്ടി മുന്നോട്ട് പോയാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൗളിംഗ് നിര സ്ട്രോങ് അല്ല. കാരണം സിംബാബ്വേയുമായിട്ടുള്ള കളിയിൽ അത് തെളിയിച്ചു കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സൗത്ത് ആഫ്രിക്ക വേറൊരു ലെവൽ എന്തെങ്കിലും വയ്ക്കുക. സിംബാബ്വെ ആയിട്ടുള്ള കളിയിൽ നമ്മളത് തെളിയിച്ചു കഴിഞ്ഞു. കാരണം അവിടെയാണ് വളരെ വൈഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത്. സിംബാബ്വേയുമായിട്ടുള്ള കളിയിൽ നമ്മൾ ആ വിഷയം തെളിയിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് പോയില്ല എങ്കിൽ, അത് കൃത്യമായി ക്ലിയറായി പോയില്ല എങ്കിൽ സംഭവിക്കുന്നത് ഇന്ത്യ ചിലപ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ സാധ്യത കുറവാണ്. അത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത്, ഞാൻ ആ സ്കോറിംഗ് ലെവല് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കാരണം ഇന്ത്യ 256-ന് 4 20 ഓവറിൽ, സിംബാബ്വെ 184-ന് 6. ആലോചിച്ച് നോക്കണം, 20 ഓവർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യ വിൻ 72 റൺസ്. അഭിഷേക് ശർമ്മ 30 ബോൾസ് 55 റൺസ്. ഹർദിക് പാണ്ഡ്യ 23 ബോൾ 50 റൺസ്. തിലക് വർമ്മ
60 balls, 44 runs. Sanju Samson, 24 ball, 24 runs, 15 ball. ഇനി സിംബാബ്വെ തിരിച്ചു പോയിരിക്കുന്നതാണ് പ്രശ്നം ഇതിനകത്ത്. പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് സിംബാബ്വെ തിരിച്ചു പോയിരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ നോക്കൂ, ബ്രെയിൻ ബെന്നറ്റ് 59 ബോളില് 97, അതായത് ഏകദേശം അപ്രോക്സിമേറ്റ് 175 വച്ച് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ഉള്ള അയാൾ നോട്ട് ഔട്ടാണ്, ഈ ടൂർണമെന്റിൽ നോട്ട് ഔട്ടാണ്. നിക്കന്ദർ രാസ 21 ബോളിൽ 31, ക്യാപ്റ്റൻ. ദിവാൻഷി 20 ബോളിൽ 20. നമ്മുടെ വിക്കറ്റ് എടുത്തിരിക്കുന്നത് അർഷദീപ് സിംഗ് 24 റൺസ് 4 ഓവറിൽ വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ്. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 35 റൺ വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ്. അക്സർ പട്ടേൽ 4 ഓവറിൽ 35 റൺ വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ്. ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ബൗളിംഗ് ഫോർമാറ്റ് ഇന്ത്യ ബാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താലും, ഇന്ത്യൻ ടീം ബാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താലും ബൗളിംഗ് വീക്കുണ്ട്. ബൗളിംഗ് വീക്ക് ചെറുതൊന്നുമല്ല, ഹെവിയാണ്. അത് എങ്ങനെ എന്നുകൂടെ എൻ്റെ പ്രേക്ഷകർ ചിന്തിക്കൂ. ഇന്ത്യ 250 മുകളിൽ സ്കോർ ചെയ്തപ്പോഴും മറ്റവർ 280 മുകളിൽ സ്കോർ ചെയ്തത് വിഷയമല്ല. അവരെ ഓൾ ഔട്ടാക്കാൻ പറ്റിയില്ല. അതിലെ പ്രധാന ബാറ്റ്സ്മാനെ തൊടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിന് മുന്നോട്ടുള്ള കടമ്പ എന്തായിരിക്കും? പ്രേക്ഷകർ ആലോചിക്കൂ, ക്രിക്കറ്റ് പ്രേമികൾ ആലോചിക്കൂ. അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിന് മുന്നോട്ടുള്ള കടമ്പ ഒരു മുംബ്രയെ വെച്ച് മാത്രം എപ്പോഴും കളി ജയിക്കാൻ പറ്റുമോ? അത്യാവശ്യം ഇപ്പൊ മുംബ്രയെ ചില പ്ലെയേഴ്സ് ഹിറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ബൗണ്ടറീസ് ഒക്കെ മുംബ്രയുടെ ഓവറിലും പറഞ്ഞുണ്ട്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനില് ബൗളേഴ്സിനെ വെച്ച് ഇന്ത്യക്ക് കളി ജയിക്കാൻ പറ്റാത്ത സ്റ്റേജ് വന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ചു മുൻപ് വരെ മുംബ്രയ്ക്കൊപ്പുറം ഒപ്പമുള്ള ഒപ്പമുള്ള മറ്റ് ബൗളേഴ്സ്, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് കളി നല്ല സ്റ്റൈലാ പിടിക്കാം. അവരിൽ പലരും പുറത്താണ്. ഇപ്പൊ നമ്മളെ മുംബ്ര ഇല്ലാത്ത കളിയിൽ ഞാൻ പ്ലെയർ പേര് പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിഷമം തോന്നും. ആ 3 വിക്കറ്റ് എടുത്ത് അദ്ദേഹവും പ്രായം എന്ന് പറയുന്നതിന്റെ പേരിൽ പറഞ്ഞ് പുറത്തിരിക്കുകയാണ്. അതൊന്നും കുഴപ്പമൊന്നുമല്ല, അതൊക്കെ ടീം മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ബൗൾ ചെയ്യുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ 125 130 റണ്ണ് ഇന്ത്യ അടിച്ചുള്ളൂ. ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് വിരളമാണ്. 250 മുകളിൽ സ്കോർ ചെയ്തപ്പോൾ സിംബാബ്വെ പോലും ഒരു ടീം ഇത്രയും റണ്ണ് ചേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൗളിംഗ് ടീം വീക്കാണ്. അങ്ങനെയുള്ള ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഇന്ത്യ ഫൈനലിൽ എത്താനുള്ള സാധ്യത വിരളമാണ്. അതിന് ഒറ്റ വഴിയേ ഇതിനകത്തുള്ളൂ. ഒന്നുകിൽ ഇപ്പോൾ ചെയ്ത പോലെ ബാറ്റിങ് ഹെവി ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. സഞ്ജു സാംസണെ പോലുള്ളവരെ ഇറക്കുക, 10-20 ബോളിൽ 30 അടിക്കും, ബാക്കിയുള്ളവർ കണ്ടിന്യൂസ് ചെയ്ത് ഹൈ സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ അത് കുഴപ്പമില്ല. തിരിച്ച് ബൗളിംഗ് ടീം എങ്ങനെ എറിഞ്ഞു കൊടുത്താലും 200 റൺസ് അവർ തിരിച്ച് ഏത് പൊട്ട ടീം ഓടിക്കും. സിംബാബ്വെക്ക് അടിക്കാമെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഓടിക്കും. ഇനി വെസ്റ്റ് ഇൻഡീസ് അടിച്ചില്ല, ഇന്ത്യ സെമിയിൽ എത്തിയാൽ പോലും പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വമ്പ സ്രാവുകളാണെന്ന് ഓർമ്മിക്കണം. ആ സ്രാവുകൾക്ക് മുമ്പിൽ ഇന്ത്യ അടിപതറാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഒഴിവാക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് ഒറ്റ പോംവഴിയുള്ളൂ: ഇന്ത്യൻ ബൗളിംഗ് നിര ശക്തമാക്കുക. ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ സ്പിന്നേഴ്സ് ഒരിക്കലും ഫോമിലോട്ട് ഉയരണില്ല. പ്രധാന കളി വരുമ്പോൾ എല്ലാവരും വരണ്ടു പോകുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും വിധത്തിൽ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇവരെ കരുത്തരാക്കിയിട്ട് ഇവിടെ ചലഞ്ചിങ് കാണണം. സിംബാബ്വെയുടെ വിജയം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസിന്റെ വിജയം അങ്ങനെയാണ്, ചലഞ്ചിങ് ആണ്. അവർ ചലഞ്ചിങ്ങിന്റെ പുറത്ത് ജയിക്കുന്നവരാണ്. ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവർ ചലഞ്ച് ചെയ്യാൻ നടക്കുകയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രഷർ ധാരാളം കിടക്കുന്നുണ്ട്. ആ ചലഞ്ചിങ് അങ്ങ് ഏൽക്കുന്നില്ല. പക്ഷെ അത് മാറ്റണം, പ്രഷറിനെ എടുത്ത് ദൂക്കിയെറിയണം. എന്നിട്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ തുറന്നു വിട്ടതിന് ശേഷം ബൗളേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് പിന്നെ ഫൈനൽ കളിക്കാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ത്യ അടുത്ത് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാലും പ്രധാന കളിയിൽ സെമി തോറ്റ് പുറത്താകാനാണ് ചാൻസ്. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇതൊന്നും
ഞാൻ പ്രേക്ഷകർക്ക് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കളിയെ വെച്ച് പ്രഡിക്റ്റ് ചെയ്യണേണ്. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നേരം അങ്ങോട്ട് ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ഓവറിൽ 300 റണ്ണ് വരും. തിരിച്ച് അവർ 200 250 അടിച്ചാൽ പോലും കളി ജയിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകട്ടെ. അക്കാര്യത്തിൽ സഞ്ജു സാംസൺ 2 കളിയിൽ കൊടുത്ത തുടക്കം വളരെയേറെ ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്തു. അത് തുടരണം. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് പറയണത്, നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മളെ ജോലി ഇന്ത്യൻ ടീം ജയിക്കലാണ്. അതിനകത്ത് മറ്റൊന്നും കലരാതിരിക്കട്ടെ, ആരെയും ഒന്നിന്റെ പുറത്ത് മാറി നിർത്താതിരിക്കട്ടെ. സഞ്ജു സാംസണും ധാരാളം അവസരം കിട്ടിയില്ലെന്നൊന്നും പറയാൻ പറ്റൂല. ഈ ഓപ്പർച്യൂണിറ്റികളെല്ലാം നിങ്ങൾക്ക് അവസരങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ ടീം എല്ലായിട്ടും നന്നായിട്ട് വിനിയോഗിച്ചാൽ ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കളിക്കാം. ഇല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കളിക്കുന്ന മറ്റ് യൂറോപ്യൻ ടീമുകളായിരിക്കാനാണ് സാധ്യത. ആ സാധ്യത ഞാൻ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇന്ത്യൻ ടീമിൽ നിലവിൽ സഞ്ജു സാംസൺ അടക്കമുള്ള പ്ലേയേഴ്സ് ആവശ്യം തന്നെയാണ്. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ടീമിൽ വിരാട് കോഹ്ലിയെ പോലെയുള്ള പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ സഞ്ജു സാംസൺ ഒന്നും വേണ്ട ഓപ്പണിങ്ങിൽ. കാരണം 4 മേലും പുള്ളിക്കാരനെ പോലുള്ള പ്ലേയേഴ്സ് താഴെ ഉണ്ടെങ്കിൽ അവരങ്ങ് കളിയെ കൊണ്ടുവരും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ടീമിന്റെ കീ പ്ലെയറാണ് ഇപ്പോഴത്തെ. പക്ഷെ മുൻപ് അതുകൊണ്ടാണ് സഞ്ജു സാംസൺ ഒതുങ്ങിയിരുന്നത്. പിന്നിലെ കഥ പറയണില്ല. കാരണം പലരും പുള്ളിയുടെ അച്ഛനടക്കം പറഞ്ഞ് പുള്ളിയെ ഒതുക്കി കളഞ്ഞെന്നു. അങ്ങനെയൊന്നുമല്ല. അന്ന് ഏറ്റവും പ്രഗത്ഭരായ കളിക്കാരെ, ഇതിനേക്കാളും വലിയ പെർഫോമൻസ് ചെയ്യുന്ന കളിക്കാരുള്ളതുകൊണ്ടാണ് സഞ്ജുവിന് ഒരുപാട് അവസരം കിട്ടാത്തത്. ഇന്ന് നോക്കൂ, ഇച്ചിരി ഇത് താന്നു വന്നപ്പോൾ ഹൈ പെർഫോമൻസ് ഹെവി പ്ലെയേഴ്സ് ഒന്നും റിട്ടയർ ചെയ്ത് പോയപ്പോൾ എന്തായി? സഞ്ജു സാംസൺ ഈ പ്ലെയറായി മാറിയില്ലേ? കാരണം പലരും കണ്ടെത്തി കൊണ്ടുപോകുന്ന പ്ലെയർ ഒന്നും ക്ലിക്കാവില്ല. കാരണം അവരെല്ലാം ഹൈ ഹിറ്റേഴ്സാണ്. മറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തായി? അതാണ് പറയുന്നത്. അതുകൊണ്ട് അവരെയൊന്നും സഞ്ജു സാംസന്റെ അച്ഛനൊന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് തെറ്റായിരുന്നു കുറ്റം പറഞ്ഞേക്കാൻ. ഞാനൊക്കെ അന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള രീതിയിൽ സഞ്ജു സാംസനെ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റൂല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള മറ്റെല്ലാ പ്ലേയേഴ്സും ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ വീണുണ്ട്. സഞ്ജു സാംസൺ ചലഞ്ച് ചെയ്യുന്നുണ്ട്. 10 ബോൾ ബേസ് ചെയ്ത 20 റണ്ണ് സഞ്ജുവിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ടീം ജയിച്ചിരിക്കും. ആ ഫോർമാറ്റിൽ ഇന്ത്യ മുന്നോട്ട് പോട്ടെ. വേൾഡ് കപ്പ് ഫൈനൽ കളിക്കേണ്ടത്, വേൾഡ് കപ്പ് നേടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനുള്ള സാധ്യത ഇന്ത്യക്ക് 100-ൽ 50% മാത്രമേ ഇപ്പോഴത്തെ രീതിയിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്, നൊവാക് സോളോ.